Rahul, it feels so good to finally be here at Jalandhar city. Yeah, the journey was a bit long, but honestly, I am delighted we made it. ഈ കോൺവെർസേഷനിലെ ഫസ്റ്റ് പാർട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു വേർഡാണ് ഡിലൈറ്റഡ്. ഡിലൈറ്റഡ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് വളരെ സന്തോഷം എന്നതാണ്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എപ്പോഴും വെരി ഹാപ്പി എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഡിലൈറ്റഡ് എന്ന് പറയാൻ സാധിക്കും. അത് കുറച്ചും കൂടെ നാച്ചുറൽ ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഐ ആം ഡിലൈറ്റഡ് വി മെയ്ഡ് ഇറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ജലന്ധർ സിറ്റിയിൽ എത്തിച്ചേർന്നതിൽ സന്തോഷം ആയി എന്നുള്ള രീതിയിലാണ് അവിടെ ഡിലൈറ്റഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. Same here. At one point, I felt a little overwhelmed with all the travel and planning. I get that, but you handled everything with great resilience. നെക്സ്റ്റ് വേർഡാണ് ഓവർവെൽംഡ്. അധിക സമ്മർദ്ദം അനുഭവിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുക, അലട്ടപ്പെട്ടു. ഇപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ കുറേ യാത്രയൊക്കെ ചെയ്തപ്പോൾ നമുക്ക് ഒരു അലട്ടൽ വന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വികാരങ്ങളാൽ നിറഞ്ഞു എന്നൊക്കെ പറയാനും ഈ ഓവർവെൽംഡ് എന്നുള്ള വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. കുറേ യാത്രയും പ്ലാനിങ്ങും കാരണം സമ്മർദ്ദത്തിലായി എന്നുള്ള അർത്ഥത്തിലാണ് ഈ കോൺവെർസേഷനിൽ ഓവർവെൽംഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വേർഡാണ് റെസീലിയൻസ്. ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള ശക്തി എന്നാണ് റെസീലിയൻസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. മനോധൈര്യം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അല്ലേ? ആ രീതിയിലാണ് ഇവിടെ നമ്മൾ റെസീലിയൻസ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ നീ എല്ലാം വളരെ മനോധൈര്യത്തോടെ കൈകാര്യം ചെയ്തു എന്നർത്ഥത്തിൽ ഇവിടെ റെസീലിയൻസ് എന്ന വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. Thanks. I guess I've become more adaptable over time. That's true, and it really helped us manage all the changes. നെക്സ്റ്റ് വേർഡാണ് അഡാപ്റ്റബിൾ. അഡാപ്റ്റബിൾ എന്നതിൻ്റെ അർത്ഥം എല്ലാത്തിനോടും യോജിക്കുന്ന അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലും വഴങ്ങുന്ന എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ അഡാപ്റ്റബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അതായത് കാലം ചെന്നപ്പോൾ ഞാൻ വളരെ അഡാപ്റ്റബിളായി. അതായത് കാലത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരും, എല്ലാത്തിനോടും നമ്മൾ പൊരുത്തപ്പെടാൻ തുടങ്ങും. അങ്ങനെയുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? അഡാപ്റ്റബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. You know, this trip gave me a new perspective about exploring places. How so? നെക്സ്റ്റ് വേർഡാണ് പേഴ്സ്പെക്റ്റീവ്. എന്താണ് പേഴ്സ്പെക്റ്റീവ്? കാഴ്ചപ്പാട്. നമുക്ക് എല്ലാ കാര്യങ്ങളോടും നമ്മുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടാവും അല്ലേ? ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവും. അതാണ് എന്തിനോടെങ്കിലും നിങ്ങൾക്കുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങളുടെ മനോഭാവം എന്നുള്ള അർത്ഥത്തിലാണ് പേഴ്സ്പെക്റ്റീവ് എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനെ പറ്റിയിട്ടാണ് പേഴ്സ്പെക്റ്റീവ്, അതായത് അവൾക്കൊരു പുതിയ കാഴ്ചപ്പാട് വന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പേഴ്സ്പെക്റ്റീവ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. Like, instead of stressing, I'm trying to stay more optimistic and enjoy the moment. That's a tremendous way to look at things. നെക്സ്റ്റ് വേർഡാണ് ഒപ്റ്റിമിസ്റ്റിക്. അതായത് പോസിറ്റീവായി ചിന്തിക്കുന്ന എന്നാണ് ഈ ഒപ്റ്റിമിസ്റ്റിക് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം. നമ്മൾ സാധാരണ എല്ലായിടത്തും നമ്മൾ പോസിറ്റീവ് എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്യാറ് അല്ലേ? പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഒപ്റ്റിമിസ്റ്റിക് എന്ന വേർഡ് യൂസ് ചെയ്യാം. അതിൻ്റെയും അർത്ഥം എന്ത് തന്നെയാണ്? നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ പ്രവർത്തിക്കുന്നു എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ഈ ഒപ്റ്റിമിസ്റ്റിക് എന്നുള്ള വേർഡ്, അതായത് നമ്മൾ പോസിറ്റീവ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ ഒപ്റ്റിമിസ്റ്റിക് എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വേർഡാണ് ട്രമൻഡസ്. ട്രമൻഡസ് മീൻസ് വളരെ മികച്ച അല്ലെങ്കിൽ വലിയ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ ട്രമൻഡസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യും. ഇവിടെ കാര്യങ്ങളെ ഒപ്റ്റിമിസ്റ്റിക്കായി കാണുന്നു എന്ന് പറയുമ്പോൾ അതൊരു ട്രമൻഡസ് അല്ലെങ്കിൽ ഒരു മികച്ച സമീപനമാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ട്രമൻഡസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. And honestly, I feel a lot of gratitude for experiences like this. Me too. Moments like these are really special. Yeah, they truly are. ഈ കോൺവെർസേഷനിൽ ലാസ്റ്റായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന വേർഡാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയുള്ള മനസ്സ് എന്നർത്ഥത്തിലാണ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെല്ലായ്പ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ താങ്ക്സ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഗ്രാറ്റിറ്റ്യൂഡ് യൂസ് ചെയ്യാം. അതായത് ഇതുപോലുള്ള എക്സ്പീരിയൻസിൽ ഞാൻ നന്ദിയുള്ളവളാണ് എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്.